എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടും അതുപോലെ നല്ലൊരു റെസിപ്പി, ഒന്നല്ല 2 റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കൂടെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്. നമുക്ക് വയ്യാത്ത സമയത്ത് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കണം, അതുപോലെ പെട്ടെന്ന് ചിക്കനും ബിരിയാണിയൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ ബിരിയാണിയും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു മധുരവും നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. എത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് സിമ്പിളായിട്ടുള്ള 2 ഐറ്റമാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ. നമ്മൾ ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്, പിന്നെ അരി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിത്തല, പുതിനയില, വലിയ ഉള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം ഒരു ഭാഗത്ത് എടുത്ത് വെക്കുകയാണ്. നമ്മുടെ അശ്വിനും കൂടിയുണ്ട്. അപ്പോൾ അവൻ എനിക്ക് ഇഞ്ചി നേരാക്കി തരാൻ വേണ്ടിയിട്ട്, ഇഞ്ചിയൊക്കെ ഇന്ന് നമ്മുടെ അശ്വിനാണ് കേട്ടോ നേരാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം അതെല്ലാം ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ എല്ലാം അതാത് സ്ഥാനത്ത് വെച്ചതിന് ശേഷം നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാൻ വന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ജോലി നമുക്ക് എളുപ്പമാകുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ വലിയ ഉള്ളിയൊക്കെ എടുത്ത് മാറ്റി, അതുപോലെ വെളുത്തുള്ളി എടുത്ത് മാറ്റി, ഇഞ്ചി അശ്വിൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ വൃത്തിയാക്കി തരാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അതിന് ശേഷം പിന്നെ വേഗം തന്നെ വന്ന് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് എത്രണ്ണം വേണം പറഞ്ഞാൽ അതൊക്കെ ഒന്ന് നമ്മുടെ മുറത്തിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ ഇഞ്ചി കാണിച്ചു തന്നാണ് കേട്ടോ, അവൻ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മല്ലിത്തലയുടെ ആ വേരൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണേ പെട്ടെന്ന് കേട് വരും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഒന്ന് കൊട്ടി വെച്ചതിന് ശേഷം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി വാങ്ങിക്കൊണ്ട് വന്നത് നമ്മൾ വെളിയിൽ വെക്കുന്നതിനെക്കാട്ടിലും ഇതുപോലെ ഒരു ഡപ്പിയിലോ ഒരു കവറിലോ ഒക്കെ കെട്ടി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണേ ഒരുപാട് നാൾ കേടുകൂടാതെ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ. കവറിൽ കെട്ടുന്നതിനേക്കാളും ഇതുപോലെയുള്ള ഡപ്പകളിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ കൊണ്ടുവന്ന സാധനം കൈയോടെ തന്നെ ഇതുപോലെ ഒന്ന് ക്ലിയർ ചെയ്യണേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പിലൊന്നും ഒട്ടും സമയമുള്ള സ്ഥലവും ഉണ്ടാവില്ല. അങ്ങനെ അതെല്ലാം മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് കൊട്ടി വയ്ക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതെല്ലാം കഴുകി വൃത്തിയാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റൈസ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ ഈ ഉള്ളിയും ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും തന്നെ നമ്മുടെ റൈസൊക്കെ ഏകദേശം കുതിർന്ന് റെഡിയാകും. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആദ്യം ചെയ്ത് വെക്കണമെങ്കിൽ കുക്കിംഗ് ജോലി വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളതൊന്നും ചെയ്യാണ്ട് ധൃതി പിടിച്ച് ചെയ്യുന്ന സമയത്താണ് കുക്കിംഗ് ജോലി വളരെ കഷ്ടമായിട്ടും വളരെ എളുപ്പമല്ലാണ്ടൊക്കെ നമുക്ക് തോന്നുന്നത് കേട്ടോ. ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആദ്യം വേഗം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പിന്നാലെ ചെയ്തു പോകുന്ന സമയത്ത് എല്ലാം കറക്റ്റാകും. നമുക്കത്ര ടയേർഡും ഉണ്ടാവില്ല. ഒരുപാട് നേരം നമ്മൾ കുക്കിംഗ് ചെയ്തു എന്നുള്ള ആ ഒരു ഫീലിങ്ങും ദേഷ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഞാൻ വേഗം തന്നെ 4 വലിയുള്ളി എടുത്തിട്ടുണ്ട്. അതെല്ലാം തോലെല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേഗം തന്നെ നമ്മുടെ ബിരിയാണിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് നേരം നമുക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ, സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. റിഫൈൻഡ് ഓയിലാണ് കേട്ടോ ഇന്ന് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതെല്ലാം ചേർത്ത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം 4 വലിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 4 വലിയുള്ളി ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പണി വളരെ എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് അടുക്കള ജോലി തീർത്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഒഴിവില്ലാത്ത സമയത്തും നേരമില്ലാത്ത സമയത്തും വയ്യാത്ത സമയത്തൊക്കെ ഇതുപോലൊരു ബിരിയാണി കഴിക്കണം തോന്നുകയാണെങ്കിൽ ഇങ്ങനെ വെക്കണം നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ വലിയ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തന്നെ എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ കിടന്നിട്ട് നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അതെല്ലാം മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 തക്കാളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് എന്താ പറയുക നന്നായി തന്നെ ഒന്ന് വാടി വരണം. തക്കാളി ചേർത്തതിന് ശേഷമാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ എന്താ പറയുക തക്കാളിയിലെ വെള്ളമൊക്കെ പെട്ടെന്ന് പുറത്ത് വന്നിട്ട് നമ്മുടെ തക്കാളി പെട്ടെന്ന് തന്നെ വഴണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ സാധാരണ ഉള്ളി വഴറ്റുമ്പോഴല്ല നമ്മുടെ ഉപ്പ് ചേർക്കാറുള്ളത്, തക്കാളി വഴറ്റുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ എല്ലാം കൂടെ നന്നായി വഴണ്ടി വരും കേട്ടോ. ഞാനതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തക്കാളി നല്ല പോലെ തന്നെ ഒന്ന് വഴണ്ടി വരട്ടെ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ തക്കാളി
നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മസാലയൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഈ ബിരിയാണി നല്ല ഇഷ്ടമാവും കേട്ടോ. മസാല കൂടുതലുള്ള ബിരിയാണിയെക്കാട്ടിലും സിമ്പിളായിട്ടുള്ള ബിരിയാണി നമുക്ക് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. ടേസ്റ്റും കൂടുതലാണ്, അതുപോലെ തന്നെ മസാല അധികമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എരിവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന സമയത്ത് അതിലേക്ക് പച്ചമുളക് കൂടെ ചേർത്തിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് തൈര് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കുഞ്ഞ് കൈപ്പിടി പുതിന ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കൈപ്പിടി മല്ലിത്തല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പുതിനയും മല്ലിത്തലയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും മണമായിരിക്കും കേട്ടോ നമ്മുടെ റൈസിനും ചിക്കനൊക്കെ ഉണ്ടാവാറുള്ളത്. അതെല്ലാം ചേർത്ത് നല്ലപോലെ തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ കിടന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ചെറിയ തീയിലിട്ട് എണ്ണയൊക്കെ പിരിഞ്ഞ് അതുപോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. എത്രത്തോളം നമ്മുടെ ഉള്ളിയും തക്കാളി ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ റെസിപ്പിക്ക്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുക്കിങ്ങിന് ഏറ്റവും ആവശ്യം ക്ഷമ തന്നെയാണ്. ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ കുറച്ച് സമയം വേണ്ടി വരും. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ വയ്യാത്ത സമയത്ത് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ആവശ്യമുള്ള സമയത്ത് ഓരോന്ന് ചേർത്തിട്ട് നമുക്ക് ബാക്കി നേരം കുറച്ച് നേരം മിണ്ടാണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. എന്താ പറഞ്ഞാൽ അതൊന്ന് വഴണ്ടി വരുന്ന നേരം നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. അപ്പോൾ എല്ലാത്തിനും പറ്റിയൊരു ചിക്കൻ ബിരിയാണി കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ബിരിയാണി പീസായിട്ടുള്ള ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളമൊന്നും ചേർക്കാണ്ട് അതങ്ങനെ ആ മസാലയിൽ കിടന്ന് നമ്മുടെ ചിക്കനിലൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി നല്ലപോലെ തന്നെ വെന്ത് വരണം. അങ്ങനെ ഞാൻ നല്ലപോലെ തന്നെ തിളച്ച് വന്നതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വലിയ വലിയ പീസായ കാരണം കുറച്ച് നേരം എടുക്കും വെന്ത് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ എണ്ണയൊന്നും ചേർക്കാണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വരും കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ചിക്കൻ 1/4 വേവ് വെന്ത് വന്നിട്ടുണ്ട്. 1/4 വേവ് മതിയാകും കേട്ടോ. നല്ലപോലെ വെന്തുടയേണ്ട ആവശ്യമില്ല. നമ്മളിതൊക്കെ ദം ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള വേവ് അതിൽ നിന്നും കിട്ടും. അതുകൊണ്ട് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 10 ബദാം വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടെ ചേർക്കുമ്പോൾ എന്താ പറയുക നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ റൈസിനും ഈ ചിക്കനൊക്കെ കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഞാനൊരു 1/2 സ്പൂണ് ഗരം മസാല ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കിടന്ന് ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് സെറ്റായിട്ട് വരണം. അപ്പോൾ ഞാൻ അടച്ച് വെച്ച് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബദാമിന് പകരം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പില്ലാത്ത കാരണം കേട്ടോ ഞാൻ ബദാം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതവിടെ ചെറിയ തീയിൽ വെന്ത് വരട്ടെ. ഇനി നമ്മളൊരു മധുരം ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ സേമിയ വെച്ചിട്ടാണ് കേട്ടോ ഒരു മധുരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് പായസം വെച്ചതിൻ്റെ കുറച്ച് സേമിയ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ ചെയ്തെടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് പൊട്ടിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ്. ഈ സേമിയ വെക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം പൊട്ടിച്ചെടുക്കുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് വറ്റി വരണം. അങ്ങനെ നമ്മൾ ഈ സേമിയൊക്കെ ചെറുതായിട്ട് വേണം നമ്മൾ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോക്കിയപ്പോൾ കുറച്ചുകൂടെ വെള്ളം അധികമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ തുറന്ന് വെച്ചിട്ട് കുറച്ചും കൂടെ നേരം എന്തൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് വെള്ളം വറ്റട്ടെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ ഒന്നുകൂടെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അത് ചെറിയ തീയിൽ വെച്ചിട്ട് വേഗം തന്നെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കിയാണ്. അപ്പോൾ എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഏകദേശം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം മിക്സ് ചെയ്ത് നോക്കുമ്പോൾ 1 ഗ്ലാസ് വെള്ളത്തോളം നമ്മുടെ ചിക്കനിലുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചെറിയ റൈസാണ് എന്താ പറയുക വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൽ 1 ഗ്ലാസ് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്
കൂടെ ചേർത്ത് ഇതൊന്ന് തിളച്ച് വരണം. എപ്പോഴും നമ്മൾ അരി ചേർക്കുന്ന സമയത്ത് നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വരണം. ഇപ്പം നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള ഒരു 20 മിനിറ്റ് കുതിരാൻ വെച്ചിട്ടുള്ള നമ്മുടെ റൈസ് വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റിയത് അങ്ങനെ നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ചിക്കനിൽ നിന്ന് ഇറങ്ങിയതിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറയണ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത്. ചിക്കനിൽ എത്ര വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ അതിന് ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് തിളച്ചിട്ട് നമ്മൾ അരി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിവിടെ കിടന്നിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. നമ്മൾ സാധാരണ ചെയ്യും പോലെ തന്നെ ഇതൊന്നും ഇവിടെ കിടന്ന് വറ്റി വരട്ടെ. ഒന്ന് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തീ കുറച്ച് വെച്ചിട്ടാണ് ഇനി ബാക്കിയുള്ള വേവ് ഒന്ന് വേവിച്ചെടുക്കണത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അരി പുറമൊക്കെ വെന്ത പോലെ ഇരിക്കും, പക്ഷേ കഴിക്കുന്ന സമയത്ത് ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇത് നമുക്കൊരു 20 മിനിറ്റ് ദം ചെയ്തെടുക്കുക. അപ്പം ഞാൻ അപ്പുറത്ത് ദോശക്കല്ല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ദമ്മായി വരുന്ന നേരം നമുക്ക് ഒരു സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ സേമിയ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യം ചീൻചട്ടി വെച്ച് അതിലേക്ക് 1 സ്പൂണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്ത് 1 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നമ്മൾ സേമിയ പായസം വയ്ക്കുമ്പോൾ വറുത്തെടുക്കില്ലേ, ആ രീതിക്ക് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. പിന്നെ ഒരുപാട് ബ്രൗൺ കളർ ആക്കണ്ട കേട്ടോ. ഇപ്പോൾ ഏകദേശം ചെറുതായിട്ടൊക്കെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് നമ്മുടെ സേമിയയ്ക്ക് നമ്മൾ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ ചൂടുവെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പച്ചവെള്ളം ചേർത്ത് നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഫുഡ് കളറൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് മഞ്ഞ കളറായി പോകും. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ സേമിയ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. 1 കപ്പിന് 1/4 കപ്പൊക്കെ മധുരം മതിയാവും കേട്ടോ. ഒരുപാട് മധുരം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് മധുരത്തിൻ്റെ കുത്തുണ്ടാകും. അപ്പോൾ മധുരം നമ്മൾ നോക്കിയിട്ട് വേണം എപ്പോഴും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷമാണ് നമ്മൾ മധുരം ചേർക്കേണ്ടത്. നമ്മുടെ സേമിയ വെന്തിരിക്കും വേണം കേട്ടോ. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സേമിയയുടെ വേവ് പിന്നെ വേവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വെന്ത സേമിയയിലേക്കാണ് മധുരം ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ആവശ്യത്തിനുള്ള മധുരവും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇവിടെ കിടന്ന് നമ്മുടെ മധുരമായിട്ട് നല്ലപോലെ കുക്ക് ചെയ്ത് വരട്ടെ കേട്ടോ. നമ്മുടെ സേമിയ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം പോലെയൊക്കെ തോന്നും, പക്ഷേ ഇത് കുറച്ച് നേരം ഇരുന്ന് ഒന്ന് തണുക്കുമ്പോൾ ശരിക്കും കട്ടിയായിട്ട് വരും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആദ്യം തന്നെ നമ്മൾ നെയ്യ് ഒഴിച്ച സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്ത് ചേർക്കുക. എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഒരു 3-4 ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വെറുതെ പച്ചയ്ക്ക് ചേർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്ന. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് പഞ്ചസാര കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ സേമിയ കേസരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ ഓവറായിട്ട് വെള്ളം തോന്നും, പക്ഷേ ഇരിക്കെ നമ്മുടെ സേമിയ ഈ വെള്ളമെല്ലാം വലിച്ചെടുത്ത് നല്ല തിക്കായിട്ട് ഇരിക്കും കേട്ടോ. മധുരം മാത്രം നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് തുറന്ന് നോക്കണം കേട്ടോ. നല്ലപോലെ തന്നെ വെന്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് എന്താ പറയുക, അരി ഞാനിന്ന് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ കുറച്ച് കഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പിന്നെ വേറെ പാത്രത്തിലേക്കൊന്നും നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാണ്ട് ഇത് തന്നെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ തന്നെ വെന്ത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഈ സമയത്താണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 2-3 സ്പൂൺ നെയ്യൊക്കെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ ഈ ബിരിയാണി ഇഷ്ടമായി എന്ന് വരില്ല, പക്ഷേ ഇതിൽ നമ്മുടെ ചിക്കനിൽ ആ ജ്യൂസൊക്കെ ഇറങ്ങി അത് ഈ റൈസിലൊക്കെ ചേരുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാ സാധനങ്ങൾക്കും വ്യത്യസ്തമായിട്ട് രുചിയാണല്ലോ. അപ്പോൾ ഇന്ന പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ബിരിയാണിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ബിരിയാണികളിൽ ഒന്നാണ് നമ്മൾ ചിക്കനും റൈസും കൂടെ വെക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ ഇലയിലാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇലയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ മധുരം തന്നെ ആദ്യം വിളമ്പി കൊടുത്തു. പിന്നെ നമ്മൾ സാലഡ് വിളമ്പി കൊടുത്തു.
പിന്നെ പപ്പടം വിളമ്പി കൊടുത്തു, പിന്നെ നമ്മുടെ ബിരിയാണി കൂടെ വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിടന്ന് വേകുമ്പോൾ അതിനൊരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ഇതൊന്ന് കഴിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. നമ്മുടെ പപ്പടവും നമ്മുടെ സാലഡും അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.